നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലും പരീക്ഷാ പേപ്പറുകളിലും ഏത് തരം ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന UDF സർക്കാർ ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാലയത്തിലെ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ടു വന്ന ആ ചോദ്യവും അതിന് നൽകിയിരിക്കുന്ന ഉത്തരവും കേരള പൊതുസമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷയും പീഡനവും ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നതാണ് ചോദ്യം. അതേ ചോദ്യ പേപ്പറിൽ ഉത്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത് വി.ഡി. സവർക്കർ. ആരാണ് ഈ വി.ഡി. സവർക്കർ എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുന്നിൽ മാപ്പപേക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി അയച്ച് ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ വേലക്കാരനായിരിക്കാമെന്ന് എഴുതിക്കൊടുത്ത് സർക്കാരിൽ നിന്ന് മാസം തോറും പെൻഷൻ പറ്റി ജീവിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തെയാണോ ഇന്ത്യക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ആയിരക്കണക്കിന് യഥാർത്ഥ പോരാളികൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്? ദേശീയ തലത്തിൽ BJPയും സംഘപരിവാറും ഗാന്ധിജിയെയും നെഹ്റുവിനെയും പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുമ്പോഴും ചരിത്രം മാറ്റി എഴുതുമ്പോഴും വലിയ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ സ്വന്തം വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഇതേ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? വി.ഡി. സതീശനും UDF നേതൃത്വവും ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് കൈയാളുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരം RSS അജണ്ടകൾക്ക് അനുമതി ലഭിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഭരണത്തിലുള്ളവർ പൂർണ്ണമായി സംഘപരിവാറിന് അടിയറവ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം വകുപ്പിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാത്ത അത്രയും ദാരിദ്ര്യത്തിലാണ് ഈ ഭരണകൂടം. ഭരണകസേരയ്ക്ക് വേണ്ടി സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്ക് കുടപിടിക്കുന്ന ഈ നിലപാട് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. കേരളത്തിന്റെ മതേതര മണ്ണിൽ വർഗീയതയുടെ വിഷവിത്തുകൾ പാകാൻ ആരെയും അനുവദിക്കില്ല. നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് മാപ്പപേക്ഷക്കാരുടെ ചരിത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത യഥാർത്ഥ വീരന്മാരുടെ ചരിത്രമാണ്. ലാഹോർ ഗൂഢാലോചന കേസിൽ വെറും 23-ാം വയസ്സിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തൂക്കുമരത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നുപോയ ഭഗത് സിംഗിന് എന്ത് സ്ഥാനമാണ് ഈ സിലബസ് നൽകുന്നത്? രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ രാജ്ഗുരുവും സുഖദേവും അഷ്ഫാഖുല്ല ഖാനും ഖുദീറാം ബോസുമൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? ആൻഡമാൻ സെല്ലുലാർ ജയിലിന്റെ ഇരുട്ടറകളിൽ കഠിനതടവും ക്രൂരമായ ശാരീരിക പീഡനങ്ങളും അനുഭവിച്ച് വിപ്ലവം മുഴക്കി നാടുകടത്തപ്പെട്ട വഞ്ചിനാഥനും വാവു ചിദംബരം പിള്ളയും സുഭാഷ് ചന്ദ്രബോസും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ദേശസ്നേഹികളെ അപമാനിക്കലല്ലേ ഇത്? ഇവിടെയാണ് ഭരണകൂടത്തിന്റെ നിലപാടില്ലായ്മ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഭരണം കൈയാളുന്ന കോൺഗ്രസും മതേതരത്വത്തിന്റെ കാവലാളാണെന്ന് അവകാശപ്പെടുകയും വിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗും സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്ര കടന്നുകയറ്റത്തിന് മുന്നിൽ പൂർണ്ണമായി മുട്ടുമടക്കിയിരിക്കുകയാണ്. കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ അവർ രാജ്യവ്യാപകമായി ചരിത്രത്തെ തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസും ലീഗും തങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ അതേ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ അവസരമൊരുക്കുകയാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ലീഗ് നേതാക്കളുടെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരമൊരു ചോദ്യപേപ്പർ തയ്യാറാക്കപ്പെട്ടത്. ഇത് അബദ്ധത്തിൽ പറ്റിയ ഒരു അച്ചടി പിശകല്ല. പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഘപരിവാറിന്റെ വ്യാജ നിർമ്മിതികളും വർഗീയ പ്രത്യയശാസ്ത്രങ്ങളും വളരെ നിശബ്ദമായി തിരികെ കയറ്റാനുള്ള ആസൂത്രിത നീക്കമാണ്. അറിഞ്ഞോ അറിയാതെയോ അധികാരം നിലനിർത്താൻ UDF നേതൃത്വം സംഘപരിവാറിന് അടിയറവ് പറയുകയാണ്. മതേതരത്വത്തിന്റെ മുഖംമൂടിയണിഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന കോൺഗ്രസ് ലീഗ് സഖ്യത്തിന്റെ ഈ നിലപാട് ആപത്കരം തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം കലർത്തുന്ന, ചരിത്രത്തെ വികലമാക്കുന്ന ഇത്തരം ഒരു കടന്നുകയറ്റത്തിനെതിരെ നിശബ്ദരായിരിക്കാൻ നമുക്ക് കഴിയില്ല. യഥാർത്ഥ ചരിത്രത്തെ മറച്ചുവെച്ച് വർഗീയ പ്രചാരകരെ വീരനായകന്മാരാക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെയും ഇതിന് അനുമതി നൽകിയ വിദ്യാഭ്യാസ വകുപ്പിനും ഭരണകൂടത്തിനുമെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കണം, ആരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ മാപ്പപേക്ഷ എഴുതി നൽകാതെ അവരുടെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിലറകളിൽ കിടന്നു മരിച്ചത്? ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി നൽകി പുറത്തിറങ്ങാൻ വഴികൾ തിരയുമ്പോൾ അവിടെ ക്രൂരമായ എണ്ണയാട്ടൽ ശിക്ഷയ്ക്കും ചട്ടപ്പടികൾക്കും വിധേയനായി സ്വന്തം ആരോഗ്യം പോലും നഷ്ടപ്പെടുത്തിയത് വല്ലഭായ് പട്ടേലും തിലകനും CR ദാസും ഉൾപ്പെടെയുള്ള മഹാന്മാരായ നേതാക്കളാണ്. കേരളത്തിൽ നിന്നുള്ള കേളപ്പനും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും ഉൾപ്പെടെയുള്ള പോരാളികൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് എന്ത് വിലയാണ് ഈ സിലബസ് നൽകുന്നത്? ഇത്തരം യഥാർത്ഥ പോരാളികളുടെ രക്തസാക്ഷിത്വത്തെയും ത്യാഗത്തെയുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു ചോദ്യപേപ്പറിലൂടെ മായ്ച്ചുകളയാൻ ശ്രമിക്കുന്നത്. ചരിത്രം സത്യസന്ധമായി തന്നെ നിലനിൽക്കണം. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് യഥാർത്ഥ പോരാളികളുടെ ത്യാഗമാണ്. മാത്രമല്ല, മറ്റൊരു ഉത്തരവ് കൂടി വി.ഡി. സതീശൻ സവർക്കർ നയിക്കുന്ന കേരളത്തിലെ UDF സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം. അത് കഴിഞ്ഞാൽ പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ദ്വാരപ്പും
കൂട്ട ഫാത്തിഹായും കൂട്ട സലാത്തും കൂട്ട ദിക്റും ഉണ്ടാകും. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. സംഘപരിവാറിന്റെ നീരാളിപ്പിടുത്തത്തിൽ കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തെ UDF നേതൃത്വവും ലീഗ് നേതൃത്വവും ഏൽപ്പിച്ചു നൽകുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാതെ, അത് തെറ്റാണെന്ന് പോലും പറയാതെ ഇപ്പോഴും ഇടതുപക്ഷത്തെയും സഖാക്കളെയും തെറിവിളിച്ചു നടക്കുന്ന ലീഗുകാരുടെ ആ കാര്യം ആലോചിക്കുമ്പോൾ സത്യത്തിൽ പേടിയുണ്ട്. നാൽക്കാലി മൂരികൾക്ക് പോലും വിവരം വെച്ച ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ ഇരുകാലി മൂരികൾക്ക് ഇപ്പോഴും വിവരം വെക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തന്നെയാണ്. എന്തായാലും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജനാധിപത്യ മതേതര കേരളത്തിന്റെ സംരക്ഷണത്തിന് മുന്നിൽ നിൽക്കാൻ കേരള ജനത ഒന്നാകെ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.